ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആധാർ കാർഡ് എങ്ങനെയാണ് ATM കാർഡ് രൂപത്തിലുള്ള പ്ലാസ്റ്റിക് കാർഡായിട്ട് ഓർഡർ ചെയ്യുക, എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അക്ഷയ കേന്ദ്രത്തിലോ ഓൺലൈൻ സേവന കേന്ദ്രത്തിലോ ഒന്നും പോകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറോ മൊബൈലോ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് പ്ലാസ്റ്റിക് കാർഡ് രൂപത്തിലുള്ള ATM കാർഡാക്കി മാറ്റാൻ സാധിക്കും. ഇതിന് 50 രൂപ ഫീസായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഗൂഗിൾ പേയോ അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴിയോ എല്ലാം പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തവർക്കും രജിസ്റ്റർ ചെയ്യാത്തവർക്കും PVC കാർഡായിട്ട് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് എങ്ങനെയാണ് നമുക്ക് ഈ PVC കാർഡിന് വേണ്ടി ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ആധാർ കാർഡിൽ അതായത് മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തവർക്ക് എങ്ങനെയാണ് ഈ ആധാർ PVC കാർഡിന് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ മൈ ആധാറിന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൈ ആധാർ UID.gov.in എന്നൊരു വെബ്സൈറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് ആധാർ നമ്പറിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാത്തവർ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൊബൈൽ നമ്പർ നോട്ട് രജിസ്റ്റേർഡ് വിത്ത് ആധാർ എന്നുള്ള ആ ഒരു ഭാഗത്തിന് താഴെയുള്ള ഓർഡർ ആധാർ PVC കാർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് അതിന് തൊട്ടു താഴെയുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതിന് തൊട്ടു താഴെയുള്ള മൈ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റർഡ് എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് അതിന് തൊട്ടു താഴെയുള്ള സെൻഡ് OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് വരുന്നതാണ്. നിങ്ങൾക്ക് വന്ന 1 ടൈം പാസ്വേഡ് അതിന് തൊട്ടു താഴെയുള്ള എൻ്റർ OTP എന്നുള്ള ഒരു ബോക്സ് കാണാം. അവിടെ നിങ്ങളുടെ ഇപ്പോൾ കിട്ടിയ OTP അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പ് ഓപ്പൺ ആയി വരും. ഇതിൽ പറയുന്നത് നമ്മുടെ PVC കാർഡ് അടിച്ചു വരാനായിട്ട് 50 രൂപ ഫീസായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്കാണ് PVC കാർഡ് പോസ്റ്റൽ വഴി അയച്ചു തരിക എന്നാണ് ഈ ഒരു പോപ്പപ്പിൽ പറയുന്നത്. അതെല്ലാം ഓക്കെ ആണെങ്കിൽ താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇതിൽ പറയുന്നത് സ്വകാര്യ കാരണങ്ങളാൽ ആധാർ കാർഡ് നമ്പറിനായിട്ടുള്ള ഡെമോക്രാറ്റിക് ഡാറ്റ സംസ്ഥാനത്ത് വെളിപ്പെടുത്താൻ കഴിയില്ല. എന്നിരുന്നാലും ഓർഡർ ചെയ്ത PVC കാർഡിൻ്റെ ആധാറിൻ്റെ ഏറ്റവും പുതിയ ഡെമോക്രാറ്റിക് ഡാറ്റ ഉണ്ടായിരിക്കും. അതിനുശേഷം താഴെയുള്ള OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. I have confirmed that I have read and understood the payments and cancellation refunds process എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ SRN നമ്പർ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ PVC കാർഡിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ അത് ഉപകരിക്കും. SR നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് PVC കാർഡിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷം താഴെയുള്ള മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയുള്ള UPI സംവിധാനങ്ങളുടെ എല്ലാം പേയ്മെൻറ്റ് ചെയ്യാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ പേയിലൂടെ പേയ്മെൻറ്റ് ചെയ്യുന്നതാണ്. അതിനായിട്ട് ഏറ്റവും താഴെയുള്ള ഗൂഗിൾ പേ എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തു. ഇവിടെ ഗൂഗിൾ പേയുടെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി കഴിഞ്ഞു. ഇനി നമ്മുടെ PVC കാർഡിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ SRN നമ്പർ കോപ്പി ചെയ്തെടുക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SRN നമ്പർ. ആ ഒരു നമ്പർ കോപ്പി ചെയ്യുക. അതിനുശേഷം നേരെ ഹോം പേജിൽ വന്ന് കുറച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ചെക്ക് ആധാർ PVC ഓർഡർ സ്റ്റാറ്റസ് എന്നുള്ള ആ ഒരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് നിങ്ങളുടെ SRN നമ്പർ, നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു SRN നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് അതിലെന്താണ് കാണുന്നത് ആ ഒരു ക്യാപ്ച കോഡ് അതുപോലെ തന്നെ താഴത്തെ എൻ്റർ ക്യാപ്ച എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കാർഡിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. നമ്മൾ കാർഡ് ഓർഡർ ചെയ്ത ഡേറ്റ്, അതുപോലെ SRN നമ്പർ, അതുപോലെ കാർഡ് സ്റ്റാറ്റസ് പ്രിൻറ്റിംഗ് പ്രോസസ്സിലാണ് കാണിക്കുന്നത്. ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ കാർഡ് നമ്മുടെ വീട്ടിലെത്തുന്നതാണ്.
ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാത്തവർക്കും കാർഡ് ഓൺലൈനിലൂടെ ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് എങ്ങനെയാണ് PVC കാർഡിനായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.